ആദ്യത്തെ 10 ഇങ്ങനെ കൈപിടിച്ച് പറയണം, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 10 ചൊല്ലി. 10 കഴിയുമ്പോൾ വീണ്ടും ഒരു മിഡിലൊരു മുത്ത് വരുന്നുണ്ട്. അവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ വെച്ചിട്ട് പറയണം. വീണ്ടും നമ്മൾ ആവർത്തിച്ചില്ലേ ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തത് ചൊല്ലാം. അടുത്തത്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണം. ഞാൻ എവിടേക്ക് പോയാലും, ഞാൻ സ്കൂളിൽ പോയാലും നയിക്കണം, ഞാൻ ഇനി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയാലും നയിക്കണം, ഞാൻ ഏതെങ്കിലും പരിപാടിക്ക് പോയാലും നയിക്കണം, ഞാൻ ജോലി ചെയ്യാൻ പോയാലും നടക്കണം, അടുക്കളയിൽ പോയാലും, ഞാൻ തൂക്കുമ്പോഴും എന്നെ നയിക്കണം. ഇങ്ങനെ ഏത് സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ച് നമ്മൾ പോകണം. പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്, നമ്മളല്ല. നമ്മുടെ കാറാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ജീവിതം ആ കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് വലത്തോട്ടോ ഇടത്തോട്ടോ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല. നമുക്ക് തെറ്റിപ്പോകാം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായിരിക്കണം. ഓക്കെ.